മഴത്തോരും മുൻപേ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഔസേപ്പച്ചനും റോബർട്ടും ആൽബർട്ടും കൈ കഴുകി വന്നു. അത്താഴമേശയിൽ ഒരൊറ്റ ആൾ പോലുമില്ല. ഭക്ഷണം വിളമ്പുവാനെത്തിയ ആൻസിയോട് ഔസേപ്പച്ചൻ ചോദിക്കുക, ഇതെവിടെ പോയി എല്ലാവരും? അടുക്കളയിലെ ബഹളം കേട്ടില്ലേ? പിള്ളേരെല്ലാം കൂടി അവിടെയാ, അലീനയുടെ കൂടെ. വത്സമേ ഷിജി എവിടെ? അവരും ആ കൂടെ ചേർന്നു. എല്ലാം വിളമ്പി വെച്ചിട്ടുണ്ട് കേട്ടോ, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചാൽ മതി. ആൻസിയും അത് പറഞ്ഞിട്ട് പെട്ടെന്ന് അടുക്കളയിലേക്ക് പോയി. ഔസേപ്പച്ചനും ആൽബർട്ടും റോബർട്ടും കഴിക്കാനിരുന്നു. അപ്പോൾ ആൽബർട്ട് ആരോടൊന്നില്ലാതെ ചോദിക്കുകയാണ്, ഒടുക്കം നമ്മുടെ മക്കളെയും ഭാര്യയും കൂടെ അവൾ കുളത്തുപുഴയ്ക്ക് കടത്തിക്കൊണ്ട് പോവോ? അതിന് റോബർട്ട്, അല്ല നിങ്ങൾ രണ്ടും കൂടിയല്ലേ അവൾക്ക് യോഗ്യതയില്ല, അംഗീകരിക്കില്ല എന്നൊക്കെ പറഞ്ഞത്. നീ വലിയ കേമനൊന്നും ആകണ്ട, നീ ഉണ്ടായിരുന്നല്ലോ ആദ്യം മുതൽ ഞങ്ങളുടെ കൂടെ. എന്നിട്ടിപ്പോൾ നിന്റെ ആൻസിയുടെ ശൗര്യമൊക്കെ എവിടെ പോയി? ഔസേപ്പച്ചായ, നമ്മൾ ഈ പെണ്ണുങ്ങളുടെ വാക്ക് വിശ്വസിച്ച് ഒരു കാര്യവും ചെയ്തേക്കരുത്. അവളുമാർ നമ്മളെ ഓരോരോ കുഴിയിൽ കൊണ്ടുവന്ന് ചാടിച്ചിട്ട് അവസാനം അവർ മാറിക്കളയും. ഇപ്പം തന്നെ കണ്ടില്ലേ, ഇതുവരെ കണ്ടിട്ടും കേട്ടിട്ടും ഇല്ലാത്തൊരു പെണ്ണിനെ ലാലിച്ചായൻ കുളത്തുപുഴ കൊണ്ടുവന്ന് കൂടെ താമസിച്ചിരിപ്പിക്കുകയാണ് എന്നും പറഞ്ഞ് എന്തായിരുന്നു ഇവളുമാരുടെ തലയണ മന്ത്രം? നമ്മളെല്ലാം കൂടി കുളത്തുപുഴയിൽ ചെന്ന് അവളെ അവിടുന്ന് ഓടിക്കണമെന്നല്ലായിരുന്നു ഡിമാൻഡ്. എന്നിട്ട് ഇപ്പം എന്തായി? അപ്പോൾ ഔസേപ്പച്ചൻ, അത് വാസ്തവമാണ്. നമ്മളങ്ങനെ ചെയ്യാത്തതിൻ്റെ പേരിൽ നമ്മൾ ആണത്തമില്ലാത്തവരാണെന്നും നട്ടലില്ലാത്തവരാണെന്നും ലാലിച്ചൻ്റെ പേര് കേൾക്കുമ്പോൾ കാൽമുട്ട് വിറയ്ക്കുന്നവരെന്നുമൊക്കെയായിരുന്നു അവളുമാരുടെ ആക്ഷേപം. ഇപ്പൊ കണ്ടോ, അതെല്ലാം മറന്ന് നമ്മളെയും പാതി വഴിക്കിട്ടിട്ട് അവളുമാരെല്ലാം കൂടി ആ കൊച്ചിൻ്റെ കൂടെ കൂടി. അപ്പോൾ വീണ്ടും ആൽബർട്ട് പറയുക, ഇനിയിപ്പോൾ നമ്മുടെ മക്കൾ നമ്മളെ ചോദ്യം ചെയ്യുന്നതിന് മുൻപ് ഇലയ്ക്കും മുള്ളിനും കേടില്ലാതെ ഇതങ്ങ് പരിഹരിക്കുന്നതാണ് ബുദ്ധി. ഉടനെ ഔസേപ്പച്ചൻ്റെ ചോദ്യം, അല്ല ഇതെങ്ങനെ പരിഹരിക്കുമെന്നാണ് നീ പറയുന്നത്? ഉടനെ ആൽബർട്ട് റോബിച്ചൻ്റെ മുഖത്ത് നോക്കി പറയുകയാണ്, റോബിച്ച, നീ അവളോട് ചെന്നിട്ട് പറ ഇവിടെ വന്നിരുന്ന് കഴിച്ചോളാൻ. നമുക്കാർക്കും ഒരു വിരോധവും ഇല്ലെന്ന് അവളോട് പറഞ്ഞേക്ക്. ഓ, അങ്ങനെ ഇപ്പം എന്നെ ബലിയാടാക്കിയിട്ട് നിങ്ങൾ കാര്യം നേടണ്ട. കടിച്ച പാമ്പ് തന്നെ വിഷം ഇറക്കുന്നതാണ് നല്ലത്. നിങ്ങൾ തന്നെ ചെന്നങ്ങ് വിളിച്ചാൽ മതി. നീ പിന്നെ ആരാ? നീ കടിക്കാത്ത പാമ്പാണോ? നീയും ആദ്യം മുതൽ തന്നെ അവൾക്കെതിരായിട്ട് നിന്നവനല്ലേ? ഞാൻ പക്ഷേ അവളോട് മോശമായിട്ടൊരു വാക്കുപോലും ഇതുവരെ പറഞ്ഞിട്ടില്ല. ആ, ദാണ്ട കിടക്കുന്നു. അങ്ങനെ അവനും മിടുക്കനായി. ഔസേപ്പച്ചായോ, ഇനി നമ്മൾ രണ്ടുപേരും കൂടെ ഉള്ളൂ ബാക്കി. ആൽബർട്ട് അത് പറയുമ്പോൾ ഔസേപ്പച്ചൻ വീണ്ടും പറയുകയാണ്, പക്ഷെ ഞങ്ങൾ അവളുടെ കാല് പിടിക്കാനൊന്നും ഉദ്ദേശിച്ചിട്ടില്ല, അത് വേറെ കാര്യം. അത്താഴത്തിന് ശേഷം കുട്ടികളെല്ലാം അലീനയുടെ റൂമിൽ ഒത്തുകൂടി. ആൻസിയും ഷിജിയും വത്സമയും അവിടെ എത്തിയിട്ടുണ്ട്. അലീനയുടെ നേതൃത്വത്തിൽ ചില കലാപരിപാടികൾ നടക്കുകയാണ്. ദിയാമോളുടെ ഡാൻസ്, സാന്ദ്രയുടെ പാട്ട്, റോണിയുടെ മിമിക്രി, അങ്ങനെ പല ഐറ്റങ്ങൾ. ഇതിനിടയിൽ കളിയാക്കലും തമാശകളും ചിരിയും ഔതക്കുട്ടിച്ചാനുമുണ്ട് കൂട്ടത്തിൽ. 11 മണിയായതോടെ ഔസേപ്പച്ചൻ വാതിക്കൽ വന്നൊന്ന് നോക്കി. തറയിലെമ്പാടും ബെഡ് കൊണ്ടുവന്നിട്ടിരിക്കുകയാണ്. കുട്ടികളെല്ലാം ഇന്ന് അലീനയുടെ മുറിയിലാണ് കിടപ്പ്. അലീനയും ദിയാമോളും ജോൺ പോളും കൂടി മുറിയുടെ നടുവിലിട്ട ബെഡിൽ കിടപ്പുണ്ട്. ബാക്കിയുള്ളവർ അതിന് ചുറ്റിലും. മുറിയിലുണ്ടായിരുന്ന കട്ടിൽ ഭിത്തിയോട് ചേർത്ത് ചാരി വെച്ചിരിക്കുന്നു. എല്ലാം ഒന്ന് നോക്കിക്കണ്ട ശേഷം ഔസേപ്പച്ചൻ വത്സമ്മയെ വിളിച്ചുകൊണ്ട് ഗസ്റ്റ് റൂമിലേക്ക് പോയി. ഇരുവരും ഉറങ്ങാൻ കിടക്കുമ്പോൾ വത്സമ്മ അയാളോട് പറയുകയാണ്, നിങ്ങളുടെ ചേട്ടൻ്റെ ഭാഗ്യമാട്ടോ ഇങ്ങനെയൊരു മോളെ കിട്ടിയത്. നീ ആരുടെ കാര്യമാണ് ഈ പറയുന്നത്? ഞാൻ അലീനയുടെ കാര്യം തന്നെയാണ് പറഞ്ഞത്. ഓ, അല്ല ചായ, എങ്ങനെ തോന്നി അതിനെ അനാഥാലയത്തിൽ കൊണ്ടൊന്ന് ഉപേക്ഷിക്കാൻ? നീ പറയുന്നത് കേട്ടാ തോന്നി ഞാനാ അത് ചെയ്തതെന്ന്. ആര് ചെയ്തതാണെങ്കിലും ഈ വീട്ടിലുള്ളവർക്കും അതിലൊരു പങ്കുണ്ടല്ലോ ചായ. ആർക്ക് പങ്കുണ്ടെന്ന് നീ പോയി അപ്പച്ചനോട് ചോദിക്ക്. ആർക്കൊക്കെ പങ്കുണ്ടായാലും ഇല്ലെങ്കിലും ഈ കുടുംബം മുഴുവനും ആ കുഞ്ഞിനോട് ക്ഷമ ചോദിക്കണം. അത്രയ്ക്ക് ഭയങ്കര തെറ്റാ അവളോട് ചെയ്തത്. അല്ല, നിനക്കെന്നു മുതലാണ് ഈ ബോധോദയം ഉണ്ടായത്? മുൻപ് ഇങ്ങനൊന്നും അല്ലായിരുന്നല്ലോ നീ പറഞ്ഞുകൊണ്ടിരുന്നത്. അത് തെറ്റായിരുന്നു എന്ന് കണ്ടപ്പോൾ തിരുത്തിയില്ലേ? അതുപോലെ തിരുത്തണമെന്നാ ഞാൻ പറഞ്ഞത്. ഞാൻ ആദ്യം വിചാരിച്ചത് ചേട്ടൻ്റെ സ്വത്ത് കണ്ട് അതിൽ നിന്ന് വല്ലതും കിട്ടുമോന്നറിയാൻ പറ്റിക്കൂടിയിരിക്കുന്നതാണെന്നാ. ഇപ്പം മനസ്സിലായി, അവൾക്ക് നമ്മുടേതൊന്നും വേണ്ട. അവളുടെ കയ്യിലുള്ളതും കൂടി ഇല്ലാത്തവർക്ക് കൊടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ താല്പര്യം. ഔസേപ്പച്ചൻ വത്സമ്മയുടെ വാക്കുകൾ കേട്ടുകൊണ്ട് മിണ്ടാതെ കിടക്കുകയാണ്. ഒരു ദീർഘശ്വാസം എടുത്തിട്ട് വത്സമ്മ വീണ്ടും പറയുകയാണ്, നമ്മുടെ സാന്ദ്രമോള് ഇന്നലെ മുഴുവൻ അലീനയോട് മിണ്ടാതെ മുഖം വീർപ്പിച്ച് നടന്നതാ. പേര് ചോദിച്ചിട്ട് പോലും പറയത്തില്ല. അല്ലെങ്കിലും അഹങ്കാരത്തിൻ്റെയും പൊങ്ങച്ചത്തിൻ്റെയും കാര്യത്തിൽ അവളുടെ അപ്പനോട് കിടപിടിക്കുവാൻ അവൾ ഒറ്റയൊരുത്തിയല്ലേ ഉള്ളൂ നമ്മുടെ 3 മക്കളിൽ. ഔസേപ്പച്ചൻ മുഖം തിരിച്ച് ഭാര്യയെ രൂക്ഷമായിട്ടൊന്ന് നോക്കി. അതെന്താടി വത്സമ്മേ, അതിനിടയ്ക്ക് എനിക്കും കൂടിയിട്ടൊരു കുത്ത്? ഞാൻ ഉള്ള കാര്യമാണ് പറഞ്ഞത്. എന്നിട്ടും നമ്മളുടെ മോള് ചെന്ന് അലീനയുടെ അടുത്ത് ക്ഷമ പറഞ്ഞു. ഇപ്പം അവർ തമ്മിലാ ഏറ്റവും വലിയ കൂട്ട്. ഇന്ന് ആൻസി എന്നോട് പറയുമായിരുന്നു, അലീന വന്നു കയറിയ ദിവസം അവളോട് മോശമായിട്ട് പെരുമാറിയല്ലോ എന്ന് ഓർത്തിട്ട് മനസ്സിനൊരു വല്ലായ്മയാണെന്ന്. നീ ഒരു കാര്യം ചെയ്, അവളോടും കൂടെ പറ അലീനയുടെ അടുത്ത് എന്ന് ക്ഷമ പറയാൻ. അവളല്ല, നിങ്ങളാ ആദ്യം ക്ഷമ പറയേണ്ടത്. ആൽബിൻ നിങ്ങളും കൂടിയല്ലേ ഊണുമേശയിൽ നിന്ന് അവളെ വിലക്കിയത്. അവൾക്ക് നമ്മുടെ ഒപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കാനുള്ള യോഗ്യതയില്ല എന്ന് നിങ്ങൾ പറഞ്ഞില്ലേ? ആ പെങ്കൊച്ചായതുകൊണ്ടല്ലേ അതങ്ങ് സമ്മതിച്ച് ഒരുമാതിരി വീട്ടുവേലക്കാരിത്തികളെ പോലെ അടുക്കളയിൽ കുത്തിയിരുന്ന് ഭക്ഷണം കഴിച്ചത്. വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ അപ്പം തന്നെ ചേട്ടനെ വിളിച്ചു വരുത്തി ഇവിടെ എന്തെല്ലാം ബഹളമുണ്ടാക്കിയനെ. അതുപോട്ടെ,
യോഗ്യതയില്ലെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ എന്തായി? നമ്മുടെ മക്കളെല്ലാം യോഗ്യതയില്ലാത്തവളുടെ കൂടെ ചേർന്നു. എടി, നീ എന്തൊക്കെയായി പറയുന്നേ? അവള് കുട്ടികളെല്ലാം വശത്താക്കിയെടുത്തതിന് ബാക്കിയുള്ളവരെന്തു പിഴച്ചെന്നാ? അതുകൊള്ളാം. എങ്ങനെ വശത്താക്കിയെന്ന ഔസേപ്പച്ചാനി പറയുന്നത്? അവൾക്ക് എന്തൊരു സ്നേഹമാച്ചായ മറ്റുള്ളവരോടെല്ലാം. സ്നേഹിക്കാത്തവരെ കുട്ടികൾക്ക് നന്നായിട്ട് തിരിച്ചറിയാം. അവളോട് ഇഷ്ടക്കേട് കാണിച്ചവരുടെ മക്കളാണെന്നൊരു ചിന്ത പോലും അവൾക്കില്ലല്ലോ. സാന്ദ്രമോളുടെ സ്വഭാവം അറിയാലോ. അനുസരണക്കേട് കാട്ടാനും തർക്കുത്തരം പറയാനും ഇത്രയും മിടുക്കി. ആൽബിയുടെ റോണിയും റോബിച്ചന്റെ റെനിക്കുട്ടനും എന്തൊരു വഴക്കാളികളാ. എന്നിട്ട് ഇപ്പൊ കണ്ടില്ലേ, അലീനയുടെ അടുത്ത് എല്ലാവരും അനുസരണയുള്ള പൂച്ചക്കുട്ടികളായിരിക്കുകയാണ്. അവർക്ക് അവളുടെ കാൽച്ചുവട്ടിന്ന് മാറുകയെ വേണ്ട. വത്സമ പറയുന്നത് സത്യമാണെന്ന് ഔസേപ്പച്ചനും അറിയാം. പക്ഷെ അത് സമ്മതിച്ചു കൊടുക്കാൻ ഒരു വൈമനസ്യമുണ്ട്. ആ, നീ കിടന്നുറങ്ങാൻ നോക്കൂ വത്സമേ, മണി 12 ആകുന്നു. ഔസേപ്പച്ചൻ ആ വിഷയം അങ്ങ് അവസാനിപ്പിച്ചു. പക്ഷേ വത്സമ വിട്ടുകൊടുക്കുന്നില്ല. അവർ പറയുകയാണ്, ഞാനൊരു കാര്യം പറയട്ടെ അച്ചായ, ഇനിയെങ്കിലും ആ പെങ്കൊച്ചിനെ വിളിച്ച് ഡൈനിങ് റൂമിലിരുത്ത്. അല്ലെങ്കിൽ ഭയങ്കര മോശമാകട്ടോ. നമ്മുടെ തന്നെ മക്കള് നമ്മുടെ നേരെ നിന്ന് ചോദിച്ചാൽ നമ്മൾ എന്തു മറുപടി പറയും? ഔസേപ്പച്ചൻ അതിന് ഉത്തരം പറയാതെ മറുവശത്തേക്ക് തിരിഞ്ഞു കിടന്നു. അലീനയുടെ മുറിയിൽ നിന്ന് കുട്ടികളുടെ സംസാരവും ചിരിയും അപ്പോഴും കേൾക്കുന്നുണ്ടായിരുന്നു. തുടർന്ന് കാണുന്നത് അടുത്ത ദിവസം രാവിലെയുള്ള സംഭവങ്ങളാണ്. ഔസേപ്പച്ചനും ആൽബർട്ടിനും റോബർട്ടിനുമുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഊണുമേശയിലേക്ക് എടുത്തു വെച്ച് കഴിഞ്ഞു. പാലപ്പവും പൊട്ടറ്റോ സ്റ്റൂവുമാണ് വിഭവങ്ങൾ. അലീനയും ഷിജിയും കൂടി ചൂടപ്പം ചുട്ടെടുക്കുന്ന മുറയ്ക്ക് കുട്ടികൾ തിക്കി തിരക്കി പ്ലേറ്റ് നീട്ടി പിടിച്ചുകൊണ്ടേയിരുന്നു. അത് കണ്ടുകൊണ്ട് ആൻസി കുട്ടികളെ ശാസിക്കുന്നുണ്ട്. ഇത് നിങ്ങൾക്ക് വേണ്ടി തന്നെയല്ലേ ഉണ്ടാക്കുന്നത്? പിന്നെന്താ ഇത്ര ധൃതി? എല്ലാം റെഡിയായിട്ട് കഴിക്കാനിരുന്നാൽ പോലെ. ഇന്നലെ രാത്രി ആരാ അത്താഴപ്പട്ടിണി കിടന്നത്? അപ്പോൾ ജോസ് കുട്ടിയുടെ മറുപടി, വിശന്നിട്ടൊന്നും അല്ലെന്നേ, ഞങ്ങളൊരു നാടകം കളിക്കുകയാണ്, റെഫ്യൂജി ക്യാമ്പിൻ്റെ. പെട്ടെന്ന് അലീനയുടെ നിർദ്ദേശമെത്തി. ആ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ക്യൂ പാലിക്കണം കേട്ടോ. പെട്ടെന്ന് കുട്ടികൾ ചിരിച്ചുകൊണ്ട് ക്യൂ ആയി. സാന്ദ്ര 2 കൈയിലും പ്ലേറ്റുമായി നിൽക്കുന്നത് കണ്ടുകൊണ്ട് ആൻസി ചോദിച്ചു, നീ എന്താ 2 പ്ലേറ്റിലും തിന്നുകയാണോ? ഒന്ന് അലീന ചേച്ചിക്കാ. ഔതക്കുട്ടിച്ചായൻ ക്യൂവിൻ്റെ ഏറ്റവും പിന്നറ്റത്ത് വന്നു ചേർന്നു. എല്ലാവരുടെയും പ്ലേറ്റുകളിൽ ആവശ്യത്തിന് ഭക്ഷണം കിട്ടിയതിന് ശേഷം മാത്രമാണ് അലീന കഴിക്കാനിരുന്നത്. അലീനയുടെ സ്ഥാനം അറിയാവുന്നതിനാൽ കുട്ടികൾ അടുക്കളയിൽ വട്ടമിട്ട് നേരത്തെ ഇരുന്നിരുന്നു. അലീന കൈകൾ കഴുകി എത്തിയതോടുകൂടി കുട്ടികൾ ഭക്ഷണം കഴിക്കുവാൻ ആരംഭിച്ചു. അപ്പോഴാണ് ഔസേപ്പച്ചൻ അങ്ങോട്ട് വന്നത്. അങ്ങനെ ഒരു പതിവില്ലാത്തത് കൊണ്ട് കുട്ടികൾ സംശയത്തോടെ അയാളെ നോക്കി. അലീനയുടെ സമീപത്ത് വന്നിട്ട് ഔസേപ്പച്ചൻ അവളോട് ഗൗരവത്തിൽ ചോദിക്കുകയാണ്, നീയാണോ ഈ പിള്ളേരെയും കൂടി ഇവിടെ പിടിച്ചിരുത്തിയത്? അലീന എന്തെങ്കിലും പറയുന്നതിന് മുമ്പേ റോണി ഇടയ്ക്ക് കയറി, ഞങ്ങളെ ആരും പിടിച്ചിരുത്തിയൊന്നുമല്ല, ഞങ്ങൾ തന്നെത്താൻ പിടിച്ചിരുന്നതാണ്. നിനക്കൊക്കെ ഊണുമേശയിൽ വന്നിരുന്ന് കഴിച്ചാൽ എന്താടാ? ഉടനെ അപ്പനോട് സാന്ദ്രയാണ് മറുപടി പറയുന്നത്. അലീന ചേച്ചിക്ക് പ്രവേശനമില്ലാത്ത ഊണുമേശയെ ഞങ്ങളും അങ്ങ് ബഹിഷ്കരിച്ചിരിക്കുകയാണ്. ഉടനെ ശോഭി, ഈ വീട്ടിൽ വർണ്ണവിവേചനം പാടില്ല. പെട്ടെന്ന് മിലന്റെ വക കമന്റ്, പിരിച്ചുവിട്ടവരെ തിരിച്ചെടുത്തേ പറ്റൂ. ഉടനെ ഔസേപ്പച്ചൻ ഒരു ചെറു ചിരിയോടുകൂടി ചോദിക്കുകയാണ്, ആഹാ, അപ്പൊ ഇതൊരു തൊഴിൽ പ്രശ്നമായിരുന്നു അല്ലേ? ആരാരെയാണ് ഇവിടെ പിരിച്ചുവിട്ടത്? അലീന ചേച്ചിയെ ഡൈനിങ് ടേബിളിൽ നിന്ന് പിരിച്ചുവിട്ടില്ലേ? തിരികെ പ്രവേശനം അനുവദിക്കാതെ ഞങ്ങൾ ആരും ഡൈനിങ് തറവാടിന്റെ പടി ചവിട്ടില്ല, ജോസുകുട്ടി അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചു. അപ്പോൾ ഔസേപ്പച്ചൻ, എന്നാ ഒരു കാര്യം ചെയ്യ്, അലീന എഴുന്നേറ്റ് ഡൈനിങ് റൂമിൽ വന്നിരുന്ന് കഴിക്ക്, പ്രശ്നം അങ്ങനെ അങ്ങ് തീരട്ടെ. ഉടനെ ജോസുകുട്ടി, അങ്ങനെയൊന്നും പോകരുത് അലീന ചേച്ചി, ഞങ്ങൾ ആരും സമ്മർദ്ദത്തിന് വഴങ്ങാൻ തയ്യാറല്ല. ഉടനെ സാന്ദ്ര, അലീന ചേച്ചിക്ക് ഡൈനിങ് റൂമിൽ ഇരിക്കാനുള്ള യോഗ്യതയുണ്ടോ ഇല്ലയോ എന്നുള്ളത് പപ്പ പറയണം. അത് കേട്ടിട്ട് ഔസേപ്പച്ചൻ ആ ഗൗരവ മുഖത്ത് നിലനിർത്തിക്കൊണ്ട് തന്നെ പറയുകയാണ്, അങ്ങനെ പറയാനൊന്നും എനിക്കിപ്പോൾ സൗകര്യമില്ല. എന്നിട്ട് അലീനയുടെ നേരെ കൈ നീട്ടിക്കൊണ്ട് അയാൾ പറയുകയാ, എഴുന്നേറ്റ് വാ. തറയിൽ പതിഞ്ഞിരുന്ന അലീന ഇടത് കൈ നിലത്ത് കുത്തിക്കൊണ്ട് പെട്ടെന്ന് എഴുന്നേൽക്കുമ്പോഴേക്കും ഒരു വശത്തേക്ക് അങ്ങ് ചരിഞ്ഞുപോയി. അടുത്തിരുന്ന സാന്ദ്ര പെട്ടെന്ന് അലീനയെ താങ്ങിപ്പിടിച്ചു. പെട്ടെന്ന് അലീനയെ സാന്ദ്ര ശാസിക്കുകയാണ്, ശരീരത്തിന് താങ്ങ് കൊടുത്തിരിക്കുന്ന കയ്യെ ആരെങ്കിലും ഇതുപോലെ ഓർക്കാതെ എടുത്തു മാറ്റുമോ? ഉടനെ ഔസേപ്പച്ചൻ്റെ മുഖത്ത് നോക്കിക്കൊണ്ട് ജോസുകുട്ടി പറയുകയാണ്, പപ്പ കുറച്ചുകൂടി ഒന്ന് ഫ്ലെക്സിബിൾ ആകണം കേട്ടോ, ഇത്തിരി കൂടി ഒന്ന് കുനിഞ്ഞാലെന്താ? മമ്മിയുടെ അടുത്ത് നല്ലതുപോലെ നട്ടല് വളയുമല്ലോ. ഇത് പറഞ്ഞിട്ട് അവൻ അലീനയുടെ കൈ പിടിച്ച് പപ്പയുടെ കയ്യിൽ എത്തിച്ചു കൊടുത്തു. എന്നിട്ട് അവൻ പറയുകയാ, എൻ്റെ ചരിത്രപരമായ കടമ അത് ഞാൻ അങ്ങ് നിർവഹിച്ചു, ഇനി നിങ്ങളായി, നിങ്ങളുടെ പാടായി. അവിടെ കൂടെ ഇരുന്ന കുട്ടികളും അവരുടെ അമ്മമാരും ജോസുകുട്ടിയുടെ കമൻറ്റ് കേട്ട് പൊട്ടിച്ചിരിക്കുകയാണ്. അലീന തെല്ല് ലജ്ജയോടെ എല്ലാവരുടെയും നേർക്ക് പാളി നോക്കി. അവളുടെ കണ്ണ് നിറഞ്ഞു വരുന്നുണ്ടായിരുന്നു. ഔസേപ്പച്ചൻ്റെ കയ്യിൽ പിടിച്ച് അലീന എഴുന്നേറ്റു. പെണ്ണിൻ്റെ മനസ്സിലൊരു നാണം, റോണി ഉച്ചത്തിൽ ആ വരി പാടിയതോടെ അവിടെ കൂട്ടച്ചിരിയായി. അപ്പോൾ ജോസുകുട്ടി വീണ്ടും ആഹ്വാനം ചെയ്യുകയാണ്, എല്ലാവരും അവരവരുടെ പ്ലേറ്റ് എടുത്തുകൊണ്ട് എൻ്റെ പിന്നാലെ വരിക. തുടർന്ന് ജോസുകുട്ടി തൻ്റെ പ്ലേറ്റും കയ്യിൽ പിടിച്ച് ഔസേപ്പച്ചനെയും അലീനയും അനുഗമിച്ചു. കുട്ടികൾ പാത്രങ്ങളും പിടിച്ച് ജാഥ പോലെ പോകുന്നത് കണ്ട് ആൻസി പറയുകയാണ്, ഒരു മുദ്രാവാക്യം കൂടെ വിളിക്കടാ. കേൾക്കേണ്ട താമസം ശോഭി ഉറക്ക വിളിക്കുവാൻ തുടങ്ങി, തോൽപ്പിച്ചേ തോൽപ്പിച്ചേ, മൂരാച്ചികളെ തോൽപ്പിച്ചേ, ജയിപ്പിച്ചേ ജയിപ്പിച്ചേ, അലീന ചേച്ചിയെ ജയിപ്പിച്ചേ. അത് കേൾക്കേണ്ട താമസം ബാക്കിയുള്ള കുട്ടികളെല്ലാം അത്യുച്ചത്തിൽ അത് ഏറ്റുവിളിച്ചു.
അത് കേട്ടുകൊണ്ട് ഷിജി ആൻസിയെ ശാസിക്കുകയാണ്. നിനക്ക് വല്ല കാര്യം ഉണ്ടായിരുന്നോ ആൻസി? മുദ്രാവാക്യം വിളിയുടെ അവസാനം ഈങ്ക്ലാ ചിന്താവ അങ്ങനെ ഒരു ശബ്ദവും പുറത്തു വന്നു. അത് ജോൺ പോളിന്റെ വകയായിരുന്നു. അതും ഒരു ഉഗ്രൻ ചിരിക്കുള്ള മരുന്നായി മാറി. ഊണുമേശക്കരികിലേക്ക് എത്തിയപ്പോൾ ആൽബർട്ടിന്റെ മുഖത്ത് നോക്കിക്കൊണ്ട് ജോസൂട്ടി ചോദിക്കുകയാണ്, അങ്കിളെന്താ ആകെപ്പാടെ ചമ്മിയിരിക്കുന്നത്? ഒരു വിശിഷ്ട അതിഥിയെ സ്വീകരിച്ചുകൊണ്ട് വരുന്നത് കണ്ടില്ലേ? അപ്പോ എഴുന്നേറ്റ് നിന്ന് ബഹുമാനത്തോടെ ആര്യപുത്രി വരൂ കപ്പ തിന്നാം എന്നോ മറ്റോ പറഞ്ഞ് ആ ചളിപ്പൊന്ന് മാറ്റിക്കൂടെ? പെട്ടെന്ന് ആൽബർട്ട് കപട ദേഷ്യത്തിൽ പറയുക, നീ എൻ്റെ കയ്യിലൊന്ന് മേടിക്കും കേട്ടോ. ഔസേപ്പച്ചൻ അലീനയെ കസേരയിൽ കൊണ്ട് നിരുത്തിയതോടെ കുട്ടികൾ കരഘോഷം തുടങ്ങി. അതിനിടയിൽ ദേ ഒരാളിരുന്ന് കരയുന്നു. ശോഭി അലീനയുടെ നേർക്ക് കൈ ചൂണ്ടി. അലീന പെട്ടെന്ന് ഊണുമേശയിലേക്ക് തലവെച്ച് കിടന്നു. ചിരിയെല്ലാം പെട്ടെന്ന് നിലച്ചു. ഊണുമുറിയിൽ ഒരമ്പരപ്പ് കലർന്ന നിശബ്ദതയായി. ഏതാനും നിമിഷങ്ങൾക്ക് ശേഷം അലീന മുഖമുയർത്തി മറ്റുള്ളവരെ നോക്കി ലജ്ജയോടെ ഒന്ന് പുഞ്ചിരിച്ചു. പുറം കൈകൊണ്ട് 2 കണ്ണും അവൾ തുടച്ചു. അത് കണ്ടുകൊണ്ട് ജോസുകുട്ടി വീണ്ടും പറയുകയാണ്, ഇന്ന് കുറുക്കൻ്റെ കല്യാണമാ, കണ്ടില്ലേ വെയിലും മഴയും കൂടി ഒരുമിച്ച്. സാന്ദ്ര കസേരയുടെ പുറകിൽ ചെന്ന് അലീനയുടെ കഴുത്തിലൂടെ കൈയിട്ട് കെട്ടിപ്പിടിച്ച് അവളുടെ ശിരസിലേക്ക് മുഖം വെച്ചുകൊണ്ട് കൊഞ്ചി. പൊന്നുമോള് കരയണ്ടാട്ടോ, നല്ല 1-ാം തരം പാലപ്പവും പൊട്ടറ്റോ സ്റ്റൂവും തരാവേ. അപ്പോഴേക്കും ജോസുകുട്ടിയുടെ മുന്നറിയിപ്പെത്തി. അലീന ചേച്ചി, അതിനെ ഒരുപാട് അടുപ്പിക്കണ്ടാട്ടോ, ഒന്നുകിൽ നക്കിക്കൊല്ലും അല്ലെങ്കിൽ ഞെക്കിക്കൊല്ലും, രണ്ടിലേതായാലും മരണം ഉറപ്പാണ്. വാസ്തവമാണത് കേട്ടോ, റോണി ശരിവെച്ചു. അത് കേട്ടുകൊണ്ട് സാന്ദ്ര ഒന്ന് കണ്ണുരുട്ടിക്കൊണ്ട് പറയുകയാണ്, നീ ഒന്ന് പോടച്ചേക്ക അവിടുന്ന്. ഡൈനിങ് ടേബിളിൽ വേണ്ടത്ര സ്ഥലമില്ലാഞ്ഞ് എല്ലാവരും തിക്കി തിരക്കുകയാണ്. ജോൺ പോളിന് കസേര കിട്ടിയില്ല. അതുകൊണ്ട് അവൻ അലീനയുടെ മടിയിൽ കയറിയിരുന്നു. അപ്പോൾ മിലൻ ഒരു നിർദ്ദേശം വെക്കുകയാണ്, ഇന്ന് ഉച്ചയ്ക്ക് ഇവിടെ ഒരു സദ്യ ഉണ്ടാക്കണം. അലീന ചേച്ചിയോടുള്ള ബഹുമാനാർത്ഥം ചിക്കൻ, മട്ടൻ, ഫിഷ്, സാമ്പാർ, പായസം തുടങ്ങി എല്ലാ ഐറ്റങ്ങളുമുള്ള ഒരു കേമൻ സദ്യ. പെട്ടെന്ന് ശോഭി വലം കൈ ഉയർത്തിക്കൊണ്ട് പറയുകയാണ്, ഐ സെക്കൻഡ് ഇറ്റ്. ഉടൻ തന്നെ ബാക്കിയുള്ള കുട്ടികളുടെ എല്ലാം കൈ പൊങ്ങി. മുതിർന്നവർക്കും കൈപൊക്കാം ജോസുകുട്ടിയുടെ നിർദ്ദേശം. സ്ത്രീകളും കൈകൾ ഉയർത്തി. ചാച്ചന്മാരെന്താ കൈപൊക്കാത്തെ? റോണിയാണ് ചോദിക്കുന്നത്. അതിന് ചിരിച്ചുകൊണ്ട് ആൽബർട്ട് മറുപടി പറയുകയാ, പണം മുടക്കേണ്ടത് ഞങ്ങളല്ലയോടാവേ. അത് വേണ്ട, ഞങ്ങൾ പൈസ മുടക്കിക്കൊള്ളാം. അത് ജോസുകുട്ടിയുടെ കമൻ്റ് ആയിരുന്നു. ഉടനെ ഔസേപ്പച്ചൻ ജോസുകുട്ടിയോട് ചോദിക്കുക, നിനക്കെവിടുന്നാ കാശ്? അതിന് സാന്ദ്രയുടെ മറുപടി, പപ്പ അറിയാതെ റബ്ബർ കട്ടുവിറ്റ പൈസ ഇഷ്ടം പോലെ കയ്യിലുണ്ട്. അയ്യോടി, ഞാൻ ആ പരിപാടിയൊക്കെ അങ്ങ് നിർത്തി കേട്ടോ. മെനക്കേടാ, ഇപ്പൊ പപ്പയുടെ പോക്കറ്റിൽ നിന്ന് നേരിട്ട് അടിച്ചു മാറ്റുകയാണ്. ജോസുകുട്ടിയുടെ ആ കമന്റ് കേട്ടുകൊണ്ട് ഔസേപ്പച്ചൻ മകനെ ഒന്ന് തറപ്പിച്ചു നോക്കിക്കൊണ്ട് പറയുകയാ, നീ അത്ര മിടുക്കനൊന്നും വേണ്ട, പൈസ മോഷണം പോകുന്നതൊക്കെ ഞാൻ അറിയുന്നുണ്ട്, കണക്കില്ലാത്തതൊന്നും അല്ല കേട്ടോ. ഉടനെ സാന്ദ്ര, അലീന ചേച്ചിക്ക് ഒരു കഥ കേൾക്കണോ? ഒരു ദിവസം ഈ ജോസുകുട്ടി ഒരു ഫ്രണ്ടിനെ കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങി. ജോസുകുട്ടിയുടെ നടപ്പ് കണ്ടപ്പോൾ പപ്പയ്ക്കൊരു സംശയം. ചന്ദ്രനിൽ കൂടി മനുഷ്യൻ നടക്കുന്നത് പോലെ. പപ്പ അവനെ വിളിച്ചു നിർത്തിയിട്ട് പറഞ്ഞു, ഷർട്ടൂരടാന്ന്. ഷർട്ടൂരി നോക്കിയപ്പോൾ നെഞ്ചിന്റെ അവിടെ മുതൽ അരവരെ റബ്ബർ ഷീറ്റ് കൊണ്ട് ദേഹത്തിന് ചുറ്റും ഒരു പടച്ചട്ട, ഒരുമാതിരി റോമൻ പടയാളികളെ പോലെ. പപ്പ ഉടനെ തന്നെ അവന്റെ ലുങ്കിയും പറിച്ചു. അപ്പോഴുണ്ട് കാൽമുട്ട് വരെ വേറെ റബ്ബർ ഷീറ്റ്, ഫ്രോക്ക് ഇട്ടിരിക്കുന്നത് പോലെ. എല്ലാം കൂടെ തൂക്കി നോക്കിയപ്പോൾ 12.5 കിലോ. ഊണുമുറിയിൽ അത് കേട്ട് കൂട്ട ചിരി പൊട്ടി. ഉടനെ ജോസുകുട്ടി ഒരു ചമ്മലുമില്ലാതെ പറയുകയാ, അത് പിന്നെ ഞാൻ മനഃപൂർവ്വം പിടികൊടുത്തതായിരുന്നു അലീന ചേച്ചി. കർണാടകയിൽ നിന്നൊക്കെ വ്യാജ സ്പിരിറ്റ് കടത്തുന്നവർ ഒരു 10-25 ടാങ്കറൊക്കെ കടത്തി കഴിയുമ്പോഴേക്കും ഒരു ടാങ്കർ കേരള എക്സൈസിന് പിടിക്കാൻ വേണ്ടി വിട്ടുകൊടുക്കത്തില്ലേ, അതുപോലെ ഞാൻ പിടികൊടുത്തതാ. ജോസുകുട്ടിയുടെ ആ പ്രസ്താവന കേട്ടതും നിലയ്ക്കാത്ത ചിരി വീണ്ടും മുഴങ്ങി. അപ്പോൾ ഔസേപ്പച്ചൻ പറയുക, ഇവനൊരൊറ്റ ഒരുത്തനാ എൻ്റെ തോട്ടം പാതി വെളുപ്പിച്ചത്. പപ്പ വിഷമിക്കണ്ട, ഇനി ഒരു മകനും കൂടി വളർന്നു വരുന്നുണ്ടല്ലോ, ആ ബാക്കിയുള്ള പകുതിയുടെ കാര്യം ഞാൻ ഏറ്റു. മിലൻ നെഞ്ചിൽ കൈവച്ച് പറഞ്ഞതും വീണ്ടും ചിരിയുടെ മാലപ്പടക്കം. നമുക്കേ ഇന്നൊരു സിനിമയ്ക്ക് പോകണം, സാന്ദ്ര പറയുകയാണ്. ഒരു സിനിമ കണ്ടിട്ട് എത്രയോ നാളുകളായി. ടി വിയിൽ ദിവസവും 10 സിനിമ കാണുന്നത് പോരെ? ആൽബർട്ടിന്റെ ചോദ്യം. തിയേറ്ററിൽ പോയി സിനിമ കാണണം, അതല്ലേ അതിൻ്റെ ഒരു ത്രില്ല്. ഇങ്ങനെ തുള്ളിച്ചാടിയൊക്കെ നടന്നാൽ മതിയോ? വീട്ടിൽ പോകണ്ടേ? നാളെ ക്ലാസ് ഉള്ളതല്ലേ. പഠിക്കണമെന്നുള്ള ചിന്തയൊക്കെ വിട്ടോ? 10ാം ക്ലാസ്സുകാരനാണല്ലോ ഇരുന്ന് വാജ് പഠിക്കുന്നത്. ഔസേപ്പച്ചൻ മക്കളെ ശാസിക്കുകയാണ്. ഉടനെ മിലൻ ചോദിക്കുക, ഇന്ന് തിരിച്ചു പോകാനോ? ആ, ഉച്ചയൂണ് കഴിഞ്ഞാൽ അപ്പം ഇവിടുന്ന് ഇറങ്ങണം. വീടും പൂട്ടി ഇറങ്ങിയിട്ട് 2 ദിവസമായി, അതെല്ലാവരും മറന്നോ? പെട്ടെന്ന് ഊണുമുറിയിൽ ഒരു മ്ലാനത വ്യാപിച്ചു. പപ്പ, എന്നാൽ നമുക്കൊരു മാറ്റിനി കണ്ടിട്ട് വൈകുന്നേരം പോയാലോ? സാന്ദ്ര ഒരു ഭേദഗതിയുമായിട്ട് വന്നിരിക്കുകയാണ്. ഉടനെ ആൽബർട്ടിന്റെ ചോദ്യം, ആർക്കടാ ഇത്ര സിനിമ കണ്ടിട്ട് ശ്വാസം മുട്ടുന്നത്? സിനിമ കാണാനുള്ള കൊതി കൊണ്ടൊന്നുമല്ല, അലീന ചേച്ചിയുടെ കൂടെ പുറത്തൊക്കെ ഒന്ന് കറങ്ങാൻ പോകാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അത് പറഞ്ഞിട്ട് സാന്ദ്ര അലീനയുടെ മുഖത്തേക്ക് നോക്കി ചോദിക്കുകയാണ്, അലീന ചേച്ചി സിനിമ കണ്ടിട്ട് എത്ര നാളായി? അതിന് അലീനയുടെ മറുപടി, ഒരു തവണ എറണാകുളത്ത് പോയപ്പോൾ കണ്ടതാ. അപ്പോൾ വീണ്ടും സാന്ദ്ര, ഇഷ്ടമുണ്ടെങ്കിൽ മതിവപ്പാ, അതിനുവേണ്ടി ഇപ്പം ആരുടെയും കാല് പിടിക്കാനൊന്നും പറ്റില്ല. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് എഴുന്നേൽക്കുമ്പോഴേക്കും ഔസേപ്പച്ചൻ മനസ്സു മാറ്റി. ശരി, സിനിമ സമ്മതിച്ചു, മാറ്റിനി, അത് കഴിഞ്ഞാൽ തിരിച്ചു പോകണം. എല്ലാവരും അത് സമ്മതിച്ചു.
ഉച്ചയ്ക്ക് സദ്യ ഒരുക്കുവാൻ എല്ലാവരും സഹകരിച്ചു. ആൽബർട്ടും ഔസേപ്പച്ചനും റോബർട്ടും കൂടി പോയി വേണ്ട സാധനങ്ങളെല്ലാം വാങ്ങിക്കൊണ്ടുവന്നു. അതിനിടയിൽ സാന്ദ്ര വത്സമ്മയെ സമീപിച്ച് ഒരു അഭ്യർത്ഥന നടത്തി. നമുക്ക് അലീന ചേച്ചിയെ കൂടെ നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുപോകാം മമ്മി, ഒരാഴ്ചത്തേക്ക് മതി. അയ്യോ, അതൊക്കെ പപ്പ സമ്മതിക്കുമെന്ന് ആർക്കറിയാം. പപ്പയെ കൊണ്ട് ഞാൻ സമ്മതിപ്പിച്ചോളാം, മമ്മി ഒന്ന് സൂചിപ്പിച്ചു വെച്ചാൽ മതി. അലീന വരുവടി, നീ അവളോട് ചോദിച്ചോ? ചോദിക്കണം. ആ, അവൾ സമ്മതിച്ചാലും ചേട്ടൻ സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നമുക്ക് കൊണ്ടുപോകാം മമ്മി. സാന്ദ്ര നിന്ന് ചിണുങ്ങുകയാണ്. കൊഞ്ചല്ലേ പെണ്ണേ, നീ പോയി നിന്റെ പണി നോക്ക്. 1 മണിയോടുകൂടി വിഭവസമൃദ്ധമായ സദ്യ തയ്യാറായി. അതിനു മുൻപ് തന്നെ സിനിമയ്ക്ക് പോകാനുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചിരുന്നു. അവതക്കുട്ടിച്ചായൻ സിനിമയ്ക്ക് വരുവാൻ താല്പര്യം കാണിച്ചില്ല. ഊണിന് ശേഷം മറ്റുള്ളവർ 3 വണ്ടികളിലായി തിയേറ്ററിലേക്ക് പോയി. ജോസുകുട്ടി നേതൃത്വം ഏറ്റെടുത്തു. സിനിമ കഴിഞ്ഞപ്പോൾ അവൻ എല്ലാവരെയും ഐസ്ക്രീം പാർലറിലേക്ക് ആനയിച്ചു. വീട്ടിൽ തിരിച്ചെത്തിയപ്പോൾ വൈകുന്നേരം 6 മണി. ഉടനെ ഔസേപ്പച്ചൻ പറയുക, ആരും ഡ്രസ്സൊന്നും മാറണ്ട, ഉടൻ തന്നെ പോയേക്കാം. വലതും എടുക്കാനുണ്ടെങ്കിൽ എടുത്താൽ മാത്രം മതി. പക്ഷേ 8 മണി കഴിഞ്ഞിട്ടും ആരും പുറപ്പെടുന്ന ലക്ഷണമൊന്നും കാണുന്നില്ല. ഔസേപ്പച്ചൻ പെട്ടെന്ന് ദേഷ്യപ്പെട്ടു. ഇതെന്താ, ആർക്കും വീട്ടിൽ പോകണ്ടേ? നാളെ പോകാം പപ്പ, ജോസൂട്ടി പറയുകയാണ്. നാളെ സ്കൂളിൽ പോകണ്ടേടാ? രാവിലെ ഇവിടുന്ന് പോയാലും വീട്ടിൽ ചെന്നിട്ട് സ്കൂളിൽ പോകാൻ സമയമുണ്ടല്ലോ. എടാ, 3 ദിവസം ഇവിടെ കിടന്ന് മേളാങ്കം കാണിച്ചില്ലേ, ഇത് പോരെ? നമുക്ക് പോയേക്കാം പപ്പ, ഇന്നൊരു ദിവസം കൂടെ. നാളെയോ മറ്റന്നാളോ അലീന ചേച്ചി അങ്ങ് പോകും. പിന്നെ എന്നാ എല്ലാവരും കൂടി ഇതുപോലൊന്ന് ഒത്തുകൂടുന്നത്? സാന്ദ്രയും മിലനും റോണിയും ശോഭിയും എല്ലാം ജോസുകുട്ടിയെ പിന്തുണച്ചു. ഒടുവിൽ വത്സമ്മയുടെയും ശുപാർശ വന്നു. പിള്ളേരുടെ ആശയല്ലേ അച്ചായ, ഒരു ദിവസം കൂടി അവളുടെ കൂടെ കൂട്ടുകൂടണമെന്ന്. ഈ രാത്രിയിൽ ഇപ്പോൾ വീട്ടിലോട്ട് ചെന്നിട്ട് എന്നാ ചെയ്യാനാ? ഷിജിക്കും പോകാൻ അത്ര താല്പര്യം ഉണ്ടായിരുന്നില്ല. ഒടുവിൽ ഔസേപ്പച്ചനും ആൽബർട്ടിനും ഭാര്യയുടെയും കുട്ടികളുടെയും നിർബന്ധത്തിന് വഴങ്ങിക്കൊടുക്കേണ്ടി വന്നു. കുട്ടികളെല്ലാവരും അങ്ങനെ സന്തോഷിച്ചിരിക്കെ കണ്ണഞ്ചിക്കുന്ന ഹെഡ്ലൈറ്റുകൾ റബ്ബർ തോട്ടത്തിലെ ഇരുട്ടിനെ കീറി മുറിച്ചെത്തി. മുറ്റത്ത് കാറ് നിർത്തി സ്റ്റാൻലി ജോസഫ് പുറത്തിറങ്ങി. ആൽബർട്ടും റോബർട്ടും ഔസേപ്പച്ചനും സിറ്റൗട്ടിലേക്ക് ഇറങ്ങിച്ചെന്നു. അനുജന്മാരുടെ മുഖത്ത് മുൻപ് കാണാത്ത സൗമ്യഭാവം കണ്ടിട്ട് സ്റ്റാൻലിക്ക് വിസ്മയമായി പോയി. ആൽബർട്ട് ചോദിക്കുകയാണ്, ലാലിച്ചായൻ ഇത് എവിടുന്നാ വരുന്നേ? ഞാൻ കൊച്ചിയിൽ നിന്ന് വരുവാ. സ്റ്റാൻലി സ്വതസിദ്ധമായ പരുഷ ശബ്ദത്തിൽ തന്നെയാണത് പറഞ്ഞത്. അപ്പോൾ ആൽബർട്ട്, ലാലിച്ചായൻ എന്താ അവിടെ തന്നെ നിൽക്കുന്നേ? അകത്തോട്ട് കയറി വാ. ഏയ്, അതിനൊന്നും സമയമില്ല, ഇപ്പോൾ തന്നെ എനിക്ക് കുളത്തുപുഴയ്ക്ക് പോകണം. അലീന എവിടെ? ഇന്ന് പോകാനോ? നീ അവളെ വിളിക്കേ. സ്റ്റാൻലിക്ക് വിട്ടുവീഴ്ചയില്ല എന്നറിയാവുന്നത് കൊണ്ട് ആൽബർട്ട് എന്ന് അലീനയെ വിളിച്ചു. അവൾ ബാത്റൂമിൽ ദിയാമോളെയും ജോൺ പോളിനെയും മേൽ കഴുകിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആൽബർട്ട് പറയുക, അലീന, നിന്റെ അപ്പം വന്നിട്ടുണ്ട്. അയ്യോ, ഇന്ന് വരുമെന്ന് പറഞ്ഞില്ലല്ലോ. അലീന സാന്ദ്രയെ വിളിച്ച് കുട്ടികളുടെ തല തുവർത്തുവാൻ ഏൽപ്പിച്ചിട്ട് വേഗം സിറ്റൗട്ടിലേക്ക് ചെന്നു. എന്നിട്ട് പറയുക, പപ്പയൊന്നും വിളിച്ചു പോലുമില്ലല്ലോ. സ്റ്റാൻലി അലീനയുടെ മുഖത്തേക്കൊന്ന് സൂക്ഷിച്ചു നോക്കി. എന്നിട്ട് പറയുക, നേരം കിട്ടിയില്ല. അവൾ സന്തുഷ്ടയാണെന്ന് അയാൾക്ക് മനസ്സിലായി. അപ്പോൾ അലീന, പപ്പ എന്താ കയറിയിരിക്കാത്തത്? നമുക്ക് ഇപ്പം തന്നെ പോണം, നീ വേഗം റെഡിയായി ഇറങ്ങാൻ നോക്ക്. ഈ രാത്രിയിലോ? രാത്രിയായാലെന്താ പകലായാലെന്താ, ഇവിടുന്ന് ഒരു 1.5 മണിക്കൂറത്തെ യാത്രയല്ലേ ഉള്ളൂ. പപ്പ, നാളെ രാവിലെ. അലീന, നീ പറയുന്നത് കേക്ക് മര്യാദയ്ക്ക്. 2 ദിവസമൊന്നും പറഞ്ഞ് നീ എന്നെ വിളിച്ചുകൊണ്ട് വന്നിട്ട് ഇപ്പം 4 ദിവസമായില്ലേ. പോയി ഡ്രസ്സ് മാറിയിട്ട് വാ. അലീനയുടെ മുഖം മ്ലാനമായി. അതിനിടയിൽ ദിയാമോളും ജോൺ പോളും ടവൽ വാരി ചുറ്റിക്കൊണ്ട് ബാത്റൂമിൽ നിന്നും സിറ്റൗട്ടിലേക്ക് ഓടി വന്നു. പിറകെ അവരെ പേര് ചൊല്ലി വിളിച്ചുകൊണ്ട് സാന്ദ്രയും. ദിയാമോൾ ഉറക്ക വിളിച്ചു പറഞ്ഞുകൊണ്ടാണ് വരുന്നത്. അലീന ആൻറ്റി തോർത്തിയാ മതി, സാന്ദ്ര ആൻറ്റി തോർത്തണ്ട. ജോൺ പോൾ ഓടി വന്ന് അലീനയുടെ കാലിൽ കെട്ടിപ്പിടിച്ചു. എന്നിട്ട് സാന്ദ്രയെ നോക്കി കൈ ചുരുട്ടി ഇടിക്കുമെന്ന് ഭീഷണിപ്പെടുത്തി. ഞാൻ ഇപ്പോൾ വരാം പപ്പ. അലീന അവരെ 2 പേരെയും കൂട്ടിക്കൊണ്ടുപോയി തലയും ദേഹവും തുടച്ചു. വേറെ ഡ്രസ്സ് ഇടിവിച്ചു. അലീനയെ കൊണ്ടുപോകുവാൻ സ്റ്റാൻലി വന്നിരിക്കുന്നു എന്നുള്ള അറിവ് കുട്ടികളുടെ ഉത്സാഹം കെടുത്തി. ഇന്ന് പോകണ്ടെന്ന് ചേച്ചി പറയുമോ? സാന്ദ്ര അലീനയോട് കെഞ്ചുകയാണ്. അങ്ങനെ പറഞ്ഞാലൊന്നും കേൾക്കുന്നയാളല്ല മോളെ പപ്പ. അതിന് സാന്ദ്ര മെല്ലെ തലകുലുക്കി. അവൾക്കും അറിയാം അത് പറഞ്ഞത് സത്യമാണെന്ന്. സ്റ്റാൻലിയോട് മാത്രമാണ് കുടുംബത്തിലെ കുട്ടികൾ ആർക്കും തന്നെ അടുപ്പവും സ്നേഹവും ഇല്ലാത്തത്. സ്റ്റാൻലി അവരെ ഗൗനിക്കാറുമില്ല. അലീന മടങ്ങിപ്പോകാൻ ഒരുങ്ങുകയാണ്. ജോസുകുട്ടിയും സാന്ദ്രയും റോണിയും മിലനുമടക്കം എല്ലാവരും വിഷാദമഗ്നരായിരുന്നു. പെട്ടെന്ന് ശോഭി നിരാശയോടെ ആൽബർട്ടിനോട് പറയുക, ഇനി എന്തിനാ ഇവിടെ നിൽക്കുന്നേ? നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് പോകാം. പപ്പ ഒന്ന് പറയുമോ ലാലിച്ചനങ്കിളിനോട്, അലീന ചേച്ചിയെ ഇന്ന് കൊണ്ടുപോകല്ലെന്ന്. നാളെ രാവിലെ വിട്ടേക്കാമെന്ന് പറ. സാന്ദ്ര ഔസേപ്പച്ചനോട് അപേക്ഷിക്കുകയാണ്. ഞങ്ങളിന്ന് രാത്രി എന്തെല്ലാം പ്ലാൻ ചെയ്തതാ, എല്ലാം പൊളിയുമല്ലോ പപ്പ. ദിയാമോള് കെഞ്ചിക്കൊണ്ട് അലീനയുടെ പിന്നാലെ നടന്ന് പറയുകയാണ്, ആൻറ്റി പോവാണോ? പോവല്ലേ ആൻറ്റി, ഇന്ന് പോവല്ലേ ആൻറ്റി, ആൻറ്റി നാളെ പോ ആൻറ്റി, പറ ആൻറ്റി, ഇന്ന് പോകണ്ടെന്ന് പറ ആൻറ്റി. ഇതൊക്കെ കണ്ടുകൊണ്ട് ഔസേപ്പച്ചൻ സ്റ്റാൻലിയോട് പറയുക, എടാ ലാലിച്ച, നാളെ രാവിലെ പോകാം, കുളത്തുപ്പുഴയ്ക്ക് ഞാനും വരുന്നുണ്ട്. അപ്പച്ചൻ നാളെ വന്നാൽ മതി, പക്ഷെ ഞങ്ങളങ്ങ് പോവാ. ഒടുവിൽ ഔസേപ്പച്ചൻ സ്റ്റാൻലിയുടെ മുൻപിലെത്തി. എന്നിട്ട് പറയുക, ലാലിച്ചായൻ ഇന്ന് രാത്രിയിൽ അലീനയെ കൊണ്ടുപോണ്ട, ഞങ്ങൾ അവളെ വിടുന്നില്ല.
സ്റ്റാൻലിക്ക് ആശ്ചര്യമായി, ഒപ്പം ദേഷ്യവും. എന്നിട്ട് അയാൾ പറയുകയാ, എൻ്റെ മോളെ വിളിച്ചുകൊണ്ട് പോകാൻ എനിക്ക് നിങ്ങളുടെ ആരുടെയെങ്കിലും അനുവാദം വേണോ? വേണം. ലാലിച്ചൻ്റെ മാത്രം മോളല്ലല്ലോ, ലാലിച്ചാനൊന്നും അല്ലല്ലോ അവളെ വളർത്തിയത്. ലാലിച്ചാൻ ഉള്ളതുപോലെ ഒരു അവകാശം അവളുടെ കാര്യത്തിൽ ഞങ്ങൾക്കുമുണ്ട്. ഔസേപ്പച്ചൻ്റെ ആ വാക്ക് കേട്ടുകൊണ്ട് സ്റ്റാൻലി ഒന്ന് ഞെട്ടി. പെട്ടെന്ന് അയാൾ വിസ്മയാധീനനായി. സ്റ്റാൻലി ചിന്തിക്കുകയാണ്, ഇവിടെ എന്ത് മറിമായമാണ് നടന്നത്? അലീനയെ ഞാൻ മകളായി സ്വീകരിച്ചതിനെതിരെ കുരിശുയുദ്ധം പ്രഖ്യാപിച്ചവരല്ലേ ഇവന്മാര്? ഉടനെ ആൽബർട്ട് മുൻപോട്ട് വന്നിട്ട് പറയുക, ഇന്നവളെ കൊണ്ടുപോകണ്ട ലാലിച്ചായ, ഞങ്ങളും ഇന്ന് തിരിച്ചു പോകാനിരുന്നതാ. ഈ പിള്ളേർക്ക് നാളെ ക്ലാസ് ഉള്ളതല്ലേ. എന്നിട്ടും പോകാഞ്ഞത് എന്തുകൊണ്ടാണെന്നറിയാമോ? ഇവർക്ക് ഒരു ദിവസം കൂടി അലീന ചേച്ചിയുടെ കൂടെ ഇരിക്കണമെന്ന്. അങ്ങനെ കൊഞ്ചി പറഞ്ഞിട്ടാ ഞങ്ങൾ പോകാതിരുന്നത്. അങ്ങനെയുള്ളപ്പോൾ ലാലിച്ചായൻ ഇങ്ങനെ കടുംപിടുത്തം പിടിക്കല്ലേ. സ്റ്റാൻലി ഔസേപ്പച്ചൻ്റെ പിൻപിലേക്ക് നോക്കി. അനുജന്മാരുടെ മക്കൾ 7 പേരും നിരന്നു നിൽപ്പുണ്ട്. ജോൺ പോൾ അലീനയുടെ ചുരിദാറിൽ നിന്നും പിടിവിടാതെ നിൽക്കുകയാണ്. ഒരന്ത്യവിധിക്കെന്നവണ്ണം കാതോർത്ത് നിശബ്ദരായി നിൽക്കുകയാണ് എല്ലാവരും. സ്റ്റാൻലിയുടെ കണ്ണുകൾ ഒടുവിൽ അലീനയുടെ മുഖത്ത് വന്ന് തങ്ങി. അവളുടെ അപേക്ഷാനിർഭരമായ നോട്ടത്തിൻ്റെ മുൻപിൽ അയാൾ കീഴടങ്ങി. ഒടുവിൽ സ്റ്റാൻലി പറയുകയാണ്, ആ ഓക്കെ. അതിനുള്ള മറുപടി കുട്ടികളുടെ ഭാഗത്തു നിന്ന് ഒരാർപ്പ് വിളിയായിരുന്നു. അവർ തുള്ളിച്ചാടി അലീനയെ പിടിച്ചകത്തേക്ക് വലിച്ചു കൊണ്ടുപോയി. ഇതെല്ലാം കണ്ടുകൊണ്ട് സ്തംഭിച്ച് സ്റ്റാൻലി ഒരു സോഫയിൽ ഇരുന്നു പോയി.